ആലപ്പുഴ ബോട്ട് യാത്രയുടെ തുടക്കം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇവിടെയും കാണാനൊക്കെ നല്ല രസമാണ്, ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതും. പിന്നെ ഓട്ടമില്ലാത്ത ബോട്ടുകളെല്ലാം അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരിക്കും. നല്ല നല്ല രസമാണ് അതെല്ലാം ഇങ്ങനെ കിടക്കുന്നതാണ്. കാരണം ഇപ്പം സീസൺ ടൈം അല്ലെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഒതുക്കിയിട്ടേക്കുന്നത് കാണാം. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ആ ബോട്ട് റേസിങ് ആ പോയിൻ്റാണ്. വള്ളംകളി മത്സരമൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. അതാണ് ഇതിൻ്റെ തുടക്കം. പിന്നീട് ഇപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ വലിയ ഹോട്ടലുകൾ, അങ്ങനെയുള്ള സമുച്ചയങ്ങളെല്ലാം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അവർ. അതും കാണാൻ നല്ല രസമാണ്. പിന്നെ ഉള്ളതെന്ന് പറയാൻ ഈ ആലപ്പുഴയുടെ ഈ സൗന്ദര്യവും, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിറച്ച് ഹൗസ് ബോട്ടുകളാണ്. പണ്ടൊക്കെ വളരെ എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള ഹൗസ് ബോട്ടുകളെ ഉള്ളായിരുന്നു. ഇപ്പം ചെറുതും വലുതുമായ നിരവധി, അതായത് ഒത്തിരി ഹൗസ് ബോട്ടുകൾ ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. അതിപ്പം നമുക്ക് ഈ യാത്രയിൽ തന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. ഇങ്ങനെ ഇഷ്ടം പോലെ, അതായത് നമ്മുടെ റോട്ടിൽ പോലും ഇല്ല ഇത്രയും ക്യൂ. അതുപോലെയാണ് നിറച്ചും ഹൗസ് ബോട്ടുകളാണ്, ചെറുതും വലുതുമായ നിറച്ചുമുണ്ട്. പിന്നെ നമ്മുടെ ഈ സർക്കാരിൻ്റെ യാത്രാ ബോട്ടുകളുണ്ട്, സാധാരണ ആൾക്കാർക്ക് ഇതിലൂടെ സഞ്ചരിക്കുന്ന. അത് വർഷങ്ങളായിട്ടുള്ള ബോട്ട് സർവീസുകളാണ്. നമ്മുടെ ഈ റോഡിലൂടെ പോകുന്ന ബസ് പോലെ തന്നെ കായലിൽ കൂടിയും ഇങ്ങനെ ആളുകളെ സഞ്ചരിക്കുന്ന സാധാ ബോട്ടുകൾ, യാത്രാ ബോട്ടുകൾ. അതൊക്കെയാണ് ഇതിനകത്ത് കാണാനൊക്കെ. ഈ ഹൗസ് ബോട്ടുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ അവരും സർവീസ് നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആലപ്പുഴയുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് പറഞ്ഞാൽ അതത്ര ആവുമെന്നറിയത്തില്ല, അത്രയ്ക്കും നല്ല അടിപൊളി കാഴ്ചകളാണ്. പിന്നെ ഇപ്പോൾ ഉള്ള ഹൗസ് ബോട്ടുകളെന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ഹൗസ് ബോട്ടുകൾ വരെ ഉണ്ട് ഇവിടെ. കപ്പലിൻ്റെ വലിപ്പമുള്ള സാധനങ്ങൾ വരെ ഇപ്പോൾ ഈ കായലിലുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ എണ്ണമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും തോറും ഒരിക്കലും കായൽ ഫ്രീ ആയിട്ടിരിക്കത്തില്ല. എപ്പോഴും നിറച്ചും ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ ആളെയും കൊണ്ടിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഈ യാത്ര തുടങ്ങിയ സമയത്ത് അവിടെ ഒത്തിരി എണ്ണം ഇങ്ങനെ ചുമ്മാ വെറുതെ കിടപ്പുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ഈ കായലിൽ തന്നെയുണ്ട്. അപ്പം ആലോചിച്ച് നോക്കിയ ഹൗസ് ബോട്ടുകളുടെ എണ്ണം ആലപ്പുഴയിൽ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ ജീവിതശൈലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഹൗസ് ബോട്ടുകളിലും പിന്നെ ചെറിയ വള്ളങ്ങളിലും മാത്രമേ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അവർക്ക് റോഡൊന്നുമില്ല പ്രോപ്പറായിട്ട്. അവരിങ്ങനെ ഈ ചെറിയ വള്ളങ്ങളിൽ വെച്ച മോട്ടറൊക്കെ വെച്ചാണ് ഇങ്ങനെ ഈ അവരുടെ വീട്ടിലോട്ടൊക്കെ പോകുന്നത്. നമ്മുടെ വീടിന് മുന്നിലൊക്കെ ഒരു കാറ് കിടക്കുന്ന പോലെയാണ് അവരുടെ വീടിൻ്റെ മുന്നിലൊരു വള്ളം കിടക്കുന്നു, അതിലൊരു മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് അതിലൊക്കെയാണ് അവർ ആശുപത്രി പോകുന്നതും സാധനങ്ങൾ വീട്ടിലോട്ട് എത്തിക്കുന്നതും മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നതും ആ ഒരു ഇതിലാണ്. എന്തായാലും ആലപ്പുഴ വന്ന് ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഈ ഹൗസ് ബോട്ടിൽ പോകുന്നവർക്കൊക്കെ പല പല ആക്ടിവിറ്റികളൊക്കെ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കയാക്കിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ട്, അല്ലാതെ സ്പീഡ് ബോട്ടിങ് ചെയ്യുന്നവരുണ്ട്. അത് ഇതിൻ്റെ അകത്ത് അല്ല, അത് പുറത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ അതിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇതിൽ തന്നെ ഇങ്ങനെ ഹൗസ് ബോട്ടിൽ തന്നെ തിരിച്ച് കൊണ്ടുവിടും. ഭയങ്കര രസമാണ്. ഒത്തിരി മാറി ആലപ്പുഴയിലൊക്കെ പല പല വമ്പൻ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ, ഹോട്ടൽസ് കാര്യങ്ങളൊക്കെ, ഇങ്ങനെ താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം. ഇതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഹൗസ് ബോട്ടിൽ മാത്രം വന്നാലേ എത്തിപ്പെടാൻ പറ്റുള്ളൂ മറ്റൊരു കാര്യം. എന്തായാലും അടിപൊളി യാത്രയാണ്. സമയം കിട്ടുമ്പോൾ ഇതുപോലെ വന്ന് ആലപ്പുഴയിലെ ഈ ഹൗസ് ബോട്ട് ജേർണിയൊക്കെ എൻജോയ് ചെയ്ത് പോവുക, സന്തോഷിക്കുക.